സംടൈംസ് ദ ഡിലേ ഈസ് ദ ബ്ലെസ്സിങ്. ചില സമയത്ത് വൈകുന്നതായിരിക്കാം നല്ലത്. ട്രസ്റ്റ് ദ ടൈമിങ്. സമയത്തെ വിശ്വസിക്കുക. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ ഈ കാര്യം ചെയ്യാൻ ഞാൻ വൈകിപ്പോയി, അല്ലെ എനിക്കിതിൻ്റെ ഫലം കിട്ടാൻ വൈകിപ്പോയി. പക്ഷേ അത് നിങ്ങളെ മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പരീക്ഷയ്ക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടതില്ലേ? ഒരു മരം നടുമ്പോഴേ ഫലം കിട്ടുമോ? അതിന്ന് കായ്കൾ കിട്ടുമോ? ഇല്ലല്ലോ. എല്ലാത്തിനും ഒരു സമയമില്ലേ? നമുക്ക് സമയത്തെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഓരോ കാര്യങ്ങൾ വൈകുന്നതാണ് എന്ന് പറയുന്നത്. പലപ്പോഴും ചില കാര്യങ്ങൾ വൈകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അന്ന് അത് നടക്കുന്നതിനേക്കാൾ നല്ലതായിരുന്നു നടക്കാതിരുന്നെങ്കിൽ, എനിക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യുവാൻ പറ്റി, എനിക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് തോന്നി, ഞാൻ ആഗ്രഹിച്ചു വളരെയധികം, പക്ഷേ അവിടെ ആ സമയത്ത് പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്? അയ്യോ എനിക്ക് പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നിരുന്നാൽ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അതുകൊണ്ടായിരിക്കാം അതങ്ങനെ പോകാൻ പറ്റാത്തത്. പോകാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ചെല്ലുമ്പോൾ കുറെ കൂടി ചിലപ്പോൾ നല്ല കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ കുറെ കൂടി നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, ചില വൈകലുകൾ നമുക്ക് നല്ലതാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് വരുന്നതിനേക്കാൾ നല്ല സ്ലോ ഗ്രോത്ത് ആണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഒരു നേട്ടവും കിട്ടിയെന്ന് വരില്ല. പക്ഷെ ചിലപ്പോൾ താമസിച്ച് വരുന്ന കാര്യങ്ങൾക്ക്, താമസിച്ച് കിട്ടുന്ന നേട്ടങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മനോഹാരിത കാണും, കൂടുതൽ ഫലം കാണും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മനസ്സ് എപ്പോഴും ഒരു വിഷമത്തിലും പ്രയാസത്തിലും പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് അത് കിട്ടിയിരിക്കും. നമ്മൾ കഷ്ടപ്പെടാനുള്ളത് നന്നായിട്ട് കഷ്ടപ്പെടുക. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിരാശരായി ജീവിതം മാറ്റാതെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, നമ്മൾ യഥാർത്ഥമായിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ശീലങ്ങൾ മാറ്റി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ചെയ്യേണ്ട സമയത്ത് അല്ലെ എത്തേണ്ട സമയത്ത് വിജയം നമ്മുടെ അടുത്ത് എത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വൈകലുകൾ ഒരിക്കലും ഒരു വിഷമമായി മാറാതെ, അതൊരു ശാപമായി മാറാതെ, വൈകലുകൾ ഒരു അനുഗ്രഹം, അതായത് താമസിച്ച് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു അനുഗ്രഹമായി മനസ്സ് കരുതുക. ആ അനുഗ്രഹത്തെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ എല്ലാ ജീവിതത്തിലും ഒത്തിരി നന്മകൾ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.